ഹലോ സ്മിസിൽ റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഷാലി സിജി. നമ്മൾ കഴിഞ്ഞ ആഴ്ച അഗ്ലോണിമയുടെ കോംബോ ചെയ്തിട്ടുണ്ടായിരുന്നു 6 വെറൈറ്റി 1500ന്റെ. ഒത്തിരി ഓർഡറുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാമേ. ഞാൻ കാറ്റലോഗിൽ കൊടുത്തേക്കാം കേട്ടോ, 6 ഫോട്ടോ സഹിതം കാറ്റലോഗിലും കൊടുത്തേക്കാമേ. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഓർഡർ ചെയ്തോളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ റബ്ബർ പ്ലാന്റിന്റെ കോംബോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു മിനിയേച്ചർ വെറൈറ്റി കാണിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് സ്റ്റോക്ക് തീർന്നു. അപ്പോൾ അതിന് പകരമായിട്ട് വേറെ ഒരെണ്ണം വെച്ചിട്ട് നമ്മൾ ഈ കോംബോയിൽ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ. അപ്പോൾ അതൊന്ന് നോക്കിക്കോളൂ. ആദ്യത്തെ വെറൈറ്റി ഇതാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇല്ലാത്തതായിരുന്നു കേട്ടോ, കോംബോയിൽ ഇല്ലാത്തതാണ് ഇത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്ന് റീഅറേഞ്ച് ചെയ്തേക്കുന്നതാണ് ഈ കോംബോ. കഴിഞ്ഞ ആഴ്ചയിൽ 2 പ്ലാന്റുകളുണ്ട്. അപ്പോൾ അത് വാങ്ങിച്ചേക്കണവർ ഇത് വാങ്ങിക്കാതിരിക്കുകയായിരിക്കും നല്ലത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ 2 പ്ലാന്റും വേറെ ഒരു പ്ലാന്റും കൂടെ ആ മിനിയേച്ചറിന് പകരം ഇത് വെച്ചേക്കുന്നു കേട്ടോ. ഇങ്ങനെ ഈ ഒരു വെറൈറ്റി നല്ല ഭംഗിയുള്ള ഇങ്ങനെ ഒരു വെറൈറ്റി മണ്ണിലാണ് കേട്ടോ വന്നേക്കുന്നത്. നന്നായിട്ടൊക്കെ വേരൊക്കെ പിടിച്ചിട്ടുള്ള നല്ല പ്ലാന്റുകളാണ്. അപ്പോൾ നമ്മൾ ഫുൾ മണ്ണ് മാറ്റിയിട്ടായിരിക്കും വിടുക കേട്ടോ. ഇതൊക്കെ പെട്ടെന്ന് പിടിച്ച് കിട്ടിക്കോളും. ഇപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആലിൻ്റെയൊക്കെ ആ ഒരു ഫാമിലിയിൽ പെടുന്നതാണ്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന്, ഇപ്പോൾ ആലൊക്കെ അറിയാലേ, എവിടെ കിടന്നാലും പെട്ടെന്ന് മുളച്ച് വരുന്നതാണല്ലോ, അതുപോലെയുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ പിടിച്ചു വന്നോളൂ കേട്ടോ. അപ്പോൾ ആദ്യത്തെ വെറൈറ്റി ഇതാണ്. രണ്ടാമത്തെ വെറൈറ്റി നമ്മൾ കഴിഞ്ഞ ആഴ്ച കാണിച്ചു തരുന്നത് ഒരു വൈറ്റും ഗ്രീനും കൂടെ ചേർന്നിട്ടുള്ള ഒരു വെറൈറ്റി. വൈറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ, ഒരു ക്രീം ഷെയ്ഡ്, ഒരു ഐവറി ഷെയ്ഡ് അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു കളർ കേട്ടോ. ഇങ്ങനെ അതിൽ മൂന്നാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെ ഒരു പിങ്കും അല്ല, ഒരു ഓറഞ്ചൊക്കെ ചേർന്നിട്ടുള്ള ഒരു ഗ്രീനും കൂടെ ചേർന്നിട്ട് വരുന്ന കളർ കേട്ടോ. ഇതിന് നമ്മൾ വ്യത്യാസങ്ങളുണ്ട് കണ്ടോ. ഇതിപ്പോൾ ചെറിയ പ്ലാന്റാണ്, വലിയ പ്ലാന്റുകളൊക്കെ ആയിട്ട് കഴിഞ്ഞ ആഴ്ച കിട്ടിയാക്കണവർക്കൊക്കെ അറിയാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും 3 പ്ലാന്റുകൾ കേട്ടോ. അപ്പോൾ നമ്മൾ റീഅറേഞ്ച് ചെയ്തേക്കുന്നതാണ് ഇങ്ങനെ. അപ്പോൾ നമ്മുടെ മിനിയേച്ചർ പെട്ടെന്ന് തന്നെ തീർന്നു പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ആവശ്യമുള്ളവർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. ഇത് കഴിഞ്ഞ ആഴ്ചത്തെ ആ റേറ്റ് തന്നെയാണ് കേട്ടോ. 700 പ്ലസ് കൊറിയറാണ്, 700 പ്ലസ് കൊറിയറാണ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ള വേഗത്തിൽ ഓർഡർ ചെയ്തോളൂ. കുറച്ച് മാത്രമാണ് കേട്ടോ സ്റ്റോക്കുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 6 പേർക്ക് 7 പേർക്കൊക്കെ കൊടുക്കാവുന്ന അത്രയും തന്നെ ഉള്ളൂ. ഇത് നമ്മൾ റീഅറേഞ്ച് ചെയ്തേക്കാതാണല്ലോ. ഇത് സ്റ്റോക്ക് കുറവാണ് കേട്ടോ. അപ്പോൾ സ്റ്റോക്ക് കുറവൊന്നുമില്ല, ബാക്കിയൊക്കെ അത്രയും തന്നെയൊക്കെ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ ആഴ്ച അത്രയും വലിയ കോംബോ ചെയ്തത് കൊണ്ട് അതിൻ്റെ ബാലൻസ് ഒക്കെ വരുന്നത് റീഅറേഞ്ച് ചെയ്തേക്കുന്നത്. ഇനി ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഇൻഡോറിലേക്ക്. ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാം തന്നെ ഇൻഡോറിലേക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ്. അപ്പോൾ ഒത്തിരി പേര് ചോദിക്കാറുണ്ട്, നമ്മൾ ഒരേ ഫാമിലിയിൽ പെടുന്നതാണ് മിക്കവാറും കോംബോ ആക്കാറുള്ളത്. ഇപ്പം ഞാൻ കാണിച്ചതൊക്കെ റബ്ബർ പ്ലാന്റിൻ്റെ ഫാമിലി, ആ ഫാമിലിയിൽ പെടുന്നത്. അതിൻ്റെ കളർ ഷെയ്ഡുകളും ഇതൊക്കെയാണ്. നമ്മളിപ്പോൾ ഫിലാഡോണ്ടും ചെയ്യുകയാണെങ്കിൽ ഫിലാഡോണ്ടും തന്നെയായിരിക്കും. അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ കുറേ പേരുടെ ഒരു സജഷൻ ആയിരുന്നു ഇൻഡോറിലേക്ക്. ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെടികളൊക്കെ ഇൻഡോറിലേക്കൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ. അപ്പോൾ കെയറിങ് കുറഞ്ഞതും അതുപോലെ തന്നെ ഇൻഡോറിലേക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കുറച്ച് പ്ലാന്റുകൾ വെച്ചിട്ട് അങ്ങനെ ഒരു ചെറിയൊരു കോംബോ ചെയ്യാമോ എന്ന് ഒത്തിരി പേര് ചോദിക്കുന്നതാണ്. അപ്പോൾ ഞാനതൊക്കെ അങ്ങനെ മറന്നു പോകാറ്. ഇങ്ങനെ എല്ലാ ആഴ്ചയിലും പുതിയ പ്ലാന്റ്സുകൾ വരുമ്പോൾ അതൊക്കെ മറന്നു പോകാറാണ് പതിവ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ ഒരു കോംബോയാണ് കേട്ടോ. നമുക്ക് സാധാരണയായിട്ടുള്ള കാണുന്ന പ്ലാന്റുകളാണ്, പക്ഷേങ്കിൽ ഏറ്റവും നല്ല കെയറിങ് കുറഞ്ഞിട്ട് ഏറ്റവും ഇൻഡോറിലേക്ക് പറ്റുന്നതാണ്. പിന്നെ ഞാൻ എത്ര ഇൻഡോറിലേക്ക് പറ്റുന്നതാണെങ്കിലും ഞാൻ എപ്പോഴും പറയാറുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ട് പുറത്ത് കുറച്ചൊന്ന് സെറ്റായി നമ്മുടെ പോട്ടി മിക്സിലേക്ക് പിടിച്ചതിന് ശേഷമാണ് കേട്ടോ ഏറ്റവും ഉള്ളിലേക്കൊക്കെ കൊണ്ടുവന്ന് വെക്കാമുള്ളൂ. പിന്നെ 3-4 ദിവസം കഴിയുമ്പോഴത്തേക്കും ഒന്ന് പുറത്ത് ഒരു ലൈറ്റൊക്കെ കിട്ടുന്ന സ്ഥലത്ത് തന്നെ വെക്കുകയും ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഇതിങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞാലും ആദ്യമായിട്ട് വാങ്ങിക്കുന്നവരാണെങ്കിൽ, ചെടികളൊക്കെ വളർത്താത്തവരാണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഇൻഡോറിലേക്ക് മുറിയിലൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചം കുറഞ്ഞ സ്ഥലത്താണെങ്കിൽ ചെടികൾക്ക് ഒരു ഡാമേജ് വരും. അതുകൊണ്ടാണ് ഇത്രയും എടുത്ത് ഞാൻ പറയുന്നത്. ഇതിൽ ഈ കോംബോയിൽ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബാംബൂ പാമാണ്. ടേബിളിലേക്ക് ഇപ്പോൾ ഈ കാണിക്കുന്ന കോംബോ നമുക്ക് ഓഫീസിലേക്കൊക്കെ ഏറ്റവും പറ്റിയ കോംബോ തന്നെയാണ്. റേറ്റും അതനുസരിച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതിട്ട് ബാംബൂ പാം നല്ല ഭംഗി വരും. ഇത്രയും തിക്കായിട്ടൊക്കെ ഒരു 10 എണ്ണത്തിൽ കൂടുതലൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് പോട്ടിലേക്കൊക്കെ മാറ്റി നട്ട് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇത്രയും ചെറിയ പ്ലാന്റ് എന്നുള്ളതൊന്നും കാര്യമില്ല, പെട്ടെന്ന് തന്നെ വലുതായിക്കോളും. മണ്ണ് ചേർന്നിട്ടുള്ള ഒരു പോട്ടി മിക്സിൽ നട്ടാൽ മതി, പെട്ടെന്ന് തന്നെ വലുതായിക്കോളും. കടകളൊക്കെ നല്ല ഭംഗിയിൽ തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇപ്പം ഇത് കുഞ്ഞ് പോട്ടിലാണ് വന്നേക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് കുറച്ചും കൂടെ വലിയൊരു 4-5 പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ മതിയാവും. പിന്നീട് ചെടികൾ വളർന്നതനുസരിച്ച് വലിയ പോട്ടിലേക്ക് സെറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് ബാംബൂ പാമാണ്, ടേബിളിലൊക്കെ വെക്കാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ്. രണ്ടാമത്തെ പ്ലാന്റ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള CC പ്ലാന്റ് ആണ്. നമുക്ക് തുടക്കക്കാർക്കുടെ കയ്യിൽ ചിലപ്പോൾ CC പ്ലാന്റ് ഒന്നും ഉണ്ടായിരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. പിന്നെ ഇതിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കൊക്കോപീറ്റിലാണ് വരുന്നത്. വെള്ളം ഒഴിക്കുന്ന കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ വേണം. അതിൻ്റെ ഉള്ളിൽ റൈസോം ഉണ്ട്, കിഴങ്ങുകളുണ്ട്. അപ്പോൾ അത് ചീഞ്ഞു പോവാതെ ഉരുളക്കിഴങ്ങ് പോലെ ഇരിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ വെള്ളമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം ഓർത്തിരിക്കുക കേട്ടോ. ഞാൻ കിഴങ്ങാണ് നോക്കുന്നത്, കിഴങ്ങ് പെട്ടെന്ന് കാണാൻ പറ്റുന്നില്ല.
ഇവിടെ കാണുന്നുണ്ട് ഇങ്ങനെ. ശരിക്കും കാണാൻ പറ്റുന്നില്ല, അത് ഇവിടെ ഇങ്ങനെ കിഴങ്ങായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒത്തിരി വെള്ളം ആയിക്കഴിഞ്ഞാൽ ചീഞ്ഞു പോകും, കെട്ടി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ചീഞ്ഞു പോകും. അപ്പോൾ ആ രണ്ടാമത്തെ പ്ലാന്റ് ഇതാണ്. മൂന്നാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് മൂൺഷൈൻ ആണ്. ഇതും നമുക്ക് ഇൻഡോറിലേക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഒട്ടും തന്നെ കെയറിങ് ആവശ്യമില്ല. ഇത് ഫിലാഡോണ്ടൻ വെറൈറ്റി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം വെള്ളം ആവശ്യമില്ലാത്ത പ്ലാന്റ് തന്നെയാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കളിച്ചൊക്കെ കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇങ്ങനെ 3 വെറൈറ്റിയാണ് ഈ കോംബോയിലുള്ളത്. ഇങ്ങനെ ഓഫീസിലേക്കും നമുക്ക് ആദ്യമായിട്ടൊക്കെ ചെടികളൊക്കെ വാങ്ങിക്കുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കോംബോ. 500+ കൊറിയറാണ് വരുന്നത് കേട്ടോ. 500+ കൊറിയർ. അപ്പോൾ റേറ്റും കൊണ്ടും എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പിലേക്കാണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ അത് താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ. കുറേ പേര് അങ്ങനെ ചോദിക്കാറുണ്ട്, ഓഫീസിലേക്കൊക്കെ വെക്കാൻ പറ്റിയ. നമ്മൾ വീട്ടിലേക്ക് പ്ലാന്റുകൾ വാങ്ങിക്കാറുണ്ട്, അതുപോലെ തന്നെ ഓഫീസിലേക്കും എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒരു കോംബോ. ഇനി അടുത്ത കോംബോ എന്ന് പറയുന്നത് പോത്തോസിൻ്റെ കോംബോയാണ്. പോത്തോസിൻ്റെ നിയോൺ പോത്തോസ്. ഇപ്പോൾ ഇതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ, മിക്കവാറും നമ്മൾ ചെയ്യാറുള്ള കോംബോകൾ തന്നെയാണല്ലോ. രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് എൻജോയ് പോത്തോസ്. ഇങ്ങനെ ഫുൾ പോട്ട് വരുന്നത് അടിപൊളിയായിട്ട്. മൂന്നാമത്തെ പോത്തോസ് ഇത് പറയുന്നത് ബ്ലാക്ക് പോത്തോസ് എന്ന് പറയും, അല്ലെങ്കിൽ ഫിലാഡോണ്ടോൺ സിങ്കോണി നെർത്രോഫില്ലം എന്ന് പറയും. രണ്ടും അങ്ങനെ പറയാറുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഇത് പ്ലാന്റ് വരുന്നത്. ഇത് താരതമ്യേന ഈ പ്ലാന്റുകൾ വെച്ച് നോക്കുമ്പോൾ എണ്ണം കുറവായിരിക്കും. പക്ഷെ ഇങ്ങനെ ചെറിയ തണ്ടുകളായതുകൊണ്ട് നമുക്ക് എത്ര എണ്ണം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇത് ഇങ്ങനെയേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ. പക്ഷെ ഇത് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റും കൂടിയാണ്. ഇതിൻ്റെ അടിഭാഗം ഇങ്ങനെ വരും, മോൾ ഭാഗം ഇങ്ങനെ കേട്ടോ. ഇതിപ്പോൾ വളരുന്നതനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തൊക്കെ നടുകയും ചെയ്യാം കേട്ടോ. നമ്മുടെ സിങ്കോണിയം പോലെ തന്നെ നമുക്ക് ഹാങ് ചെയ്ത് വരുന്നതനുസരിച്ച് കട്ട് ചെയ്ത് നടാവുന്നതാണ്. നാലാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് മഞ്ജുള പോത്തോസ് ആണ്. ഇങ്ങനെ. മഞ്ജുള എപ്പോഴും കൊണ്ടുവന്നാലും നമുക്ക് നല്ല പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്ന പ്ലാന്റുകളാണ്. ഇങ്ങനെ 4 വെറൈറ്റികളാണ് ഈ കോംബോയിലുള്ളത്. ഇത് 4നും കൂടെ 500+ കൊറിയറാണ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. 500+ കൊറിയർ കേട്ടോ. നമ്മൾ പോത്തോസ് എന്തും കൊണ്ടുവന്നാലും പെട്ടെന്ന് ഓർഡർ വരാറുണ്ട്. ഇനി അടുത്ത കോംബോ എന്ന് പറയുന്നത് ഫിലാഡോണ്ടോൻ്റെ കോംബോയാണ്. ഫിലാഡോണ്ടോൻ്റെ പെയിൻറ്റഡ് ലേഡി എന്ന് പറയുന്ന വെറൈറ്റി. ഇതിൽ ചെറിയ ബേബി പ്ലാന്റുകളൊക്കെ ഉണ്ട്. ഇതിൽ വലിയ 2 പ്ലാന്റും പിന്നെ ബേബി ആയിട്ടാണ് വരുന്നത്. ഇതിലിപ്പോൾ വലിയൊരു പ്ലാന്റും കുറച്ച് ബേബി അങ്ങനെയൊക്കെ ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ പെയിൻറ്റഡ് ലേഡി. ഇതിങ്ങനെ പെയിൻ്റ് അടിച്ച പോലെ. ഇതിപ്പോൾ അത്ര ഇങ്ങോട്ട് ഇത് വരുന്നില്ല. പക്ഷേ നമ്മുടെ കയ്യിലേക്ക് വരുമ്പോഴത്തേക്കും ഞാൻ ഇരിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. അപ്പം നമ്മൾ പുറത്തൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും നല്ല മഞ്ഞ ഷെയ്ഡിലേക്ക് വന്നിട്ട് അതിൽ ഡോട്ടുകൾ വന്നോളൂ കേട്ടോ. ഇങ്ങനെ അതിൻ്റെ പാറ്റേൺ വരുന്നത് ഇങ്ങനെ. രണ്ടാമത്തെ ഇത് സൺറെഡ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഇതും ഫിലാഡോണ്ടോൺ വെറൈറ്റി തന്നെയാണ്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ. ഇത് രണ്ടിനും കൂടെ 400+ കൊറിയറാണ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ 400+ കൊറിയർ കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ വേഗത്തിൽ ഓർഡർ ചെയ്തോളൂ. ഇത് ഇന്ന് കാണിച്ച എല്ലാ പ്ലാന്റുകളും നമുക്ക് ഇൻഡോറിലേക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ്. ഇനി നമുക്ക് വേഗത്തിൽ ഉള്ള പ്ലാന്റുകൾ കുറച്ചങ്ങോട്ട് കാണിച്ചു പോകാമേ. ഇത് നമ്മളുടെ സിസി പ്ലാന്റിൻ്റെ ഡ്വാർഫ് വെറൈറ്റി ഫുൾ പോട്ട് വരുന്നത് ഈ സൈസിലൊക്കെ ആയിരിക്കും കേട്ടോ. ഇനി അടുത്തത് ബ്ലാക്ക് പോത്തോസ്. ബ്ലാക്ക് പോത്തോസ് പറഞ്ഞ കാരണം തെറ്റിപ്പോയി. ബ്ലാക്ക് സിസി പ്ലാന്റ് ഇങ്ങനെയാട്ടോ ഫുൾ പോട്ട് വരുന്നത്. ഇങ്ങനെ ഈ ഏകദേശം ഈ ഒരു സൈസിലൊക്കെ ആയിട്ടായിരിക്കും കേട്ടോ. പിന്നെ വരുന്നത് സാൻസെവേരിയ വെറൈറ്റി. ഈ സാൻസെവേരിയ കൊണ്ടുവന്നപ്പോൾ തന്നെ ഒത്തിരി പേർക്ക് ആവശ്യമായിരുന്നു. സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം കുറച്ച് മാത്രം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഒരു ഫുൾ പോട്ട് വരുന്നത്. ഒരു വലിയ പ്ലാന്റും അതിൻ്റെ ചുറ്റിനും ഇങ്ങനെയൊക്കെ ബേബികളൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇങ്ങനെ ഗോൾഡ് ഡസ്റ്റ് കേട്ടോ. സാൻസെവേരിയ ഗോൾഡ് ഡസ്റ്റ് ഫുൾ പോട്ട് വരുന്നത്. പിന്നെ ഫിലാഡോണ്ടോൺ വെറൈറ്റി. ഫിലാഡോണ്ടോൺ ബ്രോക്കൺ ഹാർട്ട് എന്ന് പറയും. അതുപോലെ തന്നെ മോൺസ്റ്റേറ മോൺസ്റ്റേറ ബ്രോക്കൺ ഹാർട്ട് എന്ന് പറയും. ഞാൻ ഏതെന്ന് പറഞ്ഞേ നേരത്തെ പറഞ്ഞ തെറ്റിപ്പോട്ടെ. മോൺസ്റ്റേറയാണ്. മോൺസ്റ്റേറ ബ്രോക്കൺ ഹാർട്ട്. എന്തൊക്കെയോ തെറ്റുകൾ വരുന്നു. ഇങ്ങനെ കേട്ടോ. ഇത് വരുന്നത് നമ്മളുടെ സഫ്ലോറ വേരിഗേറ്റഡ് വെറൈറ്റി കേട്ടോ. മണ്ണിലാണ് വരുന്നത്. മണ്ണ് മാറ്റിയിട്ടായിരിക്കും വിടുക കേട്ടോ. പിന്നെ ഇത് വരുന്നത് സ്റ്റെല്ലം. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള പ്ലാന്റുകളാണ്. ഇങ്ങനെ അടിപൊളി പ്ലാന്റ് ആണ്. ഈ ഒരു സൈസിൽ അതിൻ്റെ ഇലകൾക്കൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇനിയും വിരിഞ്ഞൊക്കെ വരും കേട്ടോ. പിന്നെ ഫിലാഡോണ്ടോൺ സാനഡു ഗോൾഡ്. പിന്നെ അത് വരുന്നത് കലാഡിയം വെറൈറ്റി. ഈ ഒരു പ്ലാന്റ് ഫുൾ ഇതായിട്ടോ നിറച്ച് ഷൂട്ടുകളൊക്കെ ആയിട്ട്
ഇതിലാണ് ജിഫിയിലാണ് വരുന്നത്. പിന്നെ ഇത് സൂപ്പർ വൈറ്റ് 3 ഷൂട്ടിൻ്റെ ആണ് വരുന്നത്. ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ, 3 ഷൂട്ട് വരുന്നത്. 3 ഷൂട്ടായിട്ട് നമുക്ക് തിരിച്ചു തന്നെ നടാവുന്നത് തന്നെയാണ് കേട്ടോ അത്. പിന്നെ ഉള്ളത് സനഡു ഗ്രീൻ, ഇതാ ഈ ഒരു വെറൈറ്റി ഫുൾ പോട്ടാണ് വരുന്നത്. പിന്നെ ഇത് വരുന്നത് മോൺസ്റ്റെറ നമ്മുടെ തായ് കോൺസ്റ്റലേഷൻ വരുന്നത്. ഇതാ ഇതിപ്പോൾ വേരിഗേറ്റഡ് വെറൈറ്റിയാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഡോട്ടുകളൊക്കെ കൂടുതൽ വൈറ്റ് വന്ന് തുടങ്ങണുള്ളൂ കേട്ടോ. ഇതാ ഇങ്ങനെ നല്ല ഭംഗിയാണ്. ചിലതിലൊക്കെ നല്ല ഭംഗിയിൽ വൈറ്റ് കയറി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയിൽ നല്ല വലിപ്പത്തിൽ വരുന്നുണ്ട്. പിന്നെ അഗ്ലോണിമ, ഇതാ ഇത് നമ്മുടെ വൈറ്റ് ലക്കാച്ചി. പിന്നെ ഇത് വരുന്നത് ഇത് പേര് മറന്നു ഫൈക്കസ് വെറൈറ്റി, ഫൈക്കസ് ബെഞ്ചമിന വേരിഗേറ്റഡ്. ഇത്രയത്തിൻ്റെ പേര് നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്കും തന്നെ പകുതി ബ്ലാങ്ക് ആയി പോണതാണ്. കാരണം ഇത് നമ്മുടെ ക്രിംസൺ ആണ് വരുന്നത്. കലാത്തിയ വെറൈറ്റികളിൽ ക്രിംസൺ വരുന്നത്. ഇനിയൊക്കെ കലാത്തിയ കാണിക്കുന്നത് കേട്ടോ. കലാത്തിയ റോസി, ഇതാ ഇങ്ങനെ ഫുൾ പോട്ട് വരുന്നത്. പിന്നെ കലാത്തിയ റാറ്റിൽ സ്നേക്ക്, ഇതാ ഇങ്ങനെ കുറച്ച് വേരുകളൊക്കെ ആയിട്ട്. കലാത്തിയ ഫാസിനാറ്റ, ഇതാ കലാത്തിയ ഗ്രീൻ ലിപ്സ്റ്റിക്ക്, ഇതാ ഇങ്ങനെ ഫുൾ പോട്ട് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ, നിറച്ചും ഇതൊക്കെ ആയിട്ട്. പിന്നെ കലാത്തിയ ബ്യൂട്ടി സ്റ്റാർ, ഇതാ ഇങ്ങനെ. പിന്നെ കലാത്തിയ മക്കിയോന, ഇതാ ഇങ്ങനെ ഫുൾ പോട്ട് വരുന്നു. ഇത് കലാത്തിയ ഗോൾഡ് സ്റ്റാർ, അങ്ങനെ ഫ്ലെയിം സ്റ്റാർ, ഇതാ ഇങ്ങനെ ഫുൾ പോട്ട് വരുന്ന നിറച്ച് ഷൂട്ടുകളൊക്കെ ആയിട്ട്. ഇതാ ഇങ്ങനെ നല്ല പ്ലാന്റാണ്. ഇതാ ഇങ്ങനെ. ഇനി ബാക്കിയുള്ള പ്ലാന്റുകളൊക്കെ കാറ്റലോഗിലുണ്ട് കേട്ടോ. അപ്പോൾ കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിലേക്ക് ഒന്ന് സെർച്ച് ചെയ്തു താല്പര്യമുള്ള പ്ലാന്റുകളൊക്കെ ഓർഡർ ചെയ്തോളൂ. അഗ്ലോണിമ വെറൈറ്റികൾ നിങ്ങൾക്ക് സിംഗിളായിട്ട് വാങ്ങിക്കാം. അതുപോലെ തന്നെ കോംബോയായിട്ട്. കോംബോ 6 പ്ലാന്റ്സ് 1500 ആണ് വരുന്നത്. നല്ല കോംബോയാണ്. ഒത്തിരി പേര് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് മാത്രം നമ്മൾ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മാത്രം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കാറ്റലോഗിൽ കൊടുത്തേക്കാം. എല്ലാത്തിൻ്റെയും ഫോട്ടോ ഇപ്പോൾ ഇങ്ങനെ ഞാൻ കഴിഞ്ഞ ആഴ്ച കാണിച്ചതാണല്ലോ. ഇനിയിപ്പോൾ കാറ്റലോഗിൽ നോക്കിയിട്ട് മനസ്സിലാവാത്തവർ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. കറക്റ്റായിട്ട് എല്ലാത്തിൻ്റെയും ഫോട്ടോ സ്ലൈഡ് ചെയ്ത് കാണാൻ പാകത്തിന് എല്ലാത്തിൻ്റെയും ഫോട്ടോ സഹിതം കൊടുത്തേക്കാമേ. നമുക്ക് പോട്ടുകൾ ഉണ്ടായിരിക്കില്ല, പോട്ട് മാറ്റിയിട്ടായിരിക്കും നമ്മൾ പ്ലാന്റ്സുകൾ ഒരു നല്ല സേഫ് ആയിട്ട് തന്നെ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. വിതിൻ 2 days കേരളത്തിൽ എവിടെയും പ്ലാന്റ്സുകൾ കിട്ടുന്നുണ്ട് കേട്ടോ. ഒരു ഡാമേജും വരില്ല. നല്ല ഭംഗിയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇനി അത്യാവശ്യമുള്ളവർക്ക് നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴിയും പ്ലാന്റ്സുകൾ അയക്കുന്നുണ്ട്. ഒരു നിവൃത്തിയില്ല, ഒരു രക്ഷയില്ല, നമുക്ക് പോയി വാങ്ങിക്കാൻ. തീരെ പ്രായമായവരാണ്, അപ്പോൾ വാങ്ങിക്കാൻ പറ്റാത്തവരൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സ്പീഡ് പോസ്റ്റിലും അയക്കുന്നുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ അയക്കുന്നത് പ്രൊഫഷണൽ DTDC വഴിയായിട്ട് തന്നെയാണ് കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.